Hello guys, welcome to my channel Food Freedom. It's me or Adul. അപ്പോൾ വേറൊന്നുമല്ല, ഈ സമയത്ത് ഒരു പിസ്സ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലോക്ക്ഡൌൺ ഒക്കെ അടിച്ച് എല്ലാവരും അകത്തിരിക്കും. രണ്ടാമത്തെ ഓൺലൈൻ സൈറ്റുകളൊന്നും അവൈലബിൾ അല്ല, അഥവാ കിട്ടിയാൽ തന്നെ വില്ലേജുകളിലൊന്നും കിട്ടത്തുമില്ല. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു രക്ഷ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. വീട്ടിൽ ഉണ്ടാക്കിയാൽ തന്നെ അതേ ടേസ്റ്റ് കിട്ടുമോ എന്നുള്ള ഡൗട്ടും ഉണ്ട്. അത് നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലൊരു പിസ്സ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം ഒരു ഹാഫ് കപ്പ് ചൂടുവെള്ളം എടുത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും. ഇതൊരു 3 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഇണക്കാൻ പോകുന്ന വെജ് പിസയാണ്. അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കാം. ആദ്യം നമുക്കൊരു ക്യാപ്സിക്കം എടുത്ത് ചെറുതായി അരിഞ്ഞു വെക്കാം. അതോടൊപ്പം തന്നെ ഒരു ക്യാബേജ് എടുക്കുക. 4-1 ഭാഗം മതിയാകും. ഒരു ഭാഗം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഇനി വേണ്ടത് ടൊമാറ്റോ ആണ്. അത് നമുക്ക് എടുത്ത് 2 ടൊമാറ്റോ മതിയാവും. അതെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. അതോടൊപ്പം തന്നെ കുക്കുംബർ എടുക്കുക. കുക്കുംബർ ഇതും എടുത്ത് ഇതേപോലെ ചെറുതായിട്ടല്ല, റൗണ്ട് ഷേപ്പിൽ അരിയേണ്ടി വരും. അതിനുശേഷം 2 തക്കാളി എടുത്ത് വീണ്ടും റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു വെക്കുക. ഇത്രയും സാധനം മതിയാവും. സവാള നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സവാള വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്. സവാള വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിവിടെ സവാള ഇടുന്നുണ്ട്. സവാള ഒരെണ്ണം എടുത്ത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു വെക്കുക. അപ്പൊ ഇത്രയും വെജിറ്റബിൾസ് ആണ് നമ്മുടെ പിസയ്ക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഈസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിനകത്തായിട്ട് ഒരു 3 കപ്പ് മൈദ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിക്കാറുള്ളൂ. മൈദ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ മൈദ കുഴച്ച് വെച്ചു. അതിനകത്തായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. മൈദ പൊങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. എന്നാലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മൈദ പൊങ്ങിക്കഴിഞ്ഞു. നമുക്കിനി ഒരു പാത്രത്തിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ അത് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ പാത്രത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ പരത്തുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ കുക്കിങ് ചെയ്യുന്നത്. അപ്പോൾ മൈദ ഒരിക്കലും ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്തിട്ട് നമുക്ക് മൈദ നല്ലപോലെ പരത്തിയെടുക്കാം. നല്ല തിക്നെസ്സോടുകൂടി തന്നെ മാവ് പരത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പിസയുടെ മാവ് പരത്തിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിനകത്ത് പോർക്ക് വെച്ച് എന്തെങ്കിലും വെച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഓയിൽ ഒഴിക്കുമ്പോഴും സോസ് ഒഴിക്കുമ്പോഴും ചീസൊക്കെ വെക്കുമ്പോഴും അത് അലിഞ്ഞിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ പിസക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് പെട്ടെന്ന് വേകാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇതിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പുറത്തൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അല്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പ്ലേറ്റിന്റെ സൈഡിലൊന്നും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബേക്ക് ചെയ്യുന്ന സമയത്ത് കരിയാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. നല്ലപോലെ ഇതിന്റെ പുറത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഹോളിലൊക്കെ ഇറങ്ങുന്ന രീതിയിൽ വേണം തേച്ച് പിടിപ്പിക്കാൻ. ഇനിയാണ് പിസയുടെ ഒരു മെയിൻ ഐറ്റം വരുന്നത്, ചീസ്. ഇതില്ലാതെ ഒരു പിസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മാവിന്റെ പുറത്ത് ചീസ് കവർ ചെയ്ത് വെക്കുക. ഇതിന് പുറത്താണ് നമ്മൾ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷവും ചീസ് ഡബിൾ ലെയർ ആയിട്ട് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരു ലെയർ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. നല്ലപോലെ കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് ചീസിന്റെ പുറത്ത് കവർ ചെയ്ത് കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും ഇതേപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അപ്പോൾ വെജ് പീസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പനീർ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പനീറും 2-3 പീസ് എടുത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടി പോകരുത്, അളവിന് മാത്രം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വെജ് പിസയ്ക്ക് വേണ്ട എല്ലാം ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വിത്തൗട്ട് ഓവനിൽ ഇത് എങ്ങനെ ബേക്ക് ചെയ്യണമെന്ന് നോക്കാം. ഒരു പാൻ വെക്കുക, അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്സ കൊണ്ടൊന്ന് അതിൽ വെക്കുക. ഒരു മൂടി കൊണ്ട് കവർ ചെയ്യുക. ഒരു 35 മിനിറ്റ്സ് ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. നമ്മളുടെ പിസ്സ ഇതാ റെഡിയായി കഴിഞ്ഞു. ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.